പുരാണങ്ങളിൽ പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള രണ്ട് ആയുധങ്ങളാണല്ലോ ബ്രഹ്മാസ്ത്രവും ബ്രഹ്മശിരസും. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് അതിനെക്കുറിച്ചാണ് വിശദമായി സംസാരിച്ചത്. എന്നാൽ ഈ രണ്ട് ആയുധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നോക്കാം ആദ്യം. അതായത് ഈ രണ്ട് ആയുധങ്ങളും വ്യത്യസ്ത ആയുധങ്ങളാണ്. ലളിതമായി പറയുകയാണെങ്കിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ തന്നെ കൂടുതൽ ശക്തിയേറിയതും ഭീകരമായതുമായിട്ടുള്ള ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ബ്രഹ്മശിരസ് എന്ന് പറയുന്നത്. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അതീവ ശക്തമായ ഒരു ദിവ്യാസ്ത്രമാണ്. ഒരു സൈന്യത്തെയോ ഒരു രാജ്യത്തെയോ പൂർണ്ണമായി നശിപ്പിക്കാൻ അതിന് ശേഷിയുണ്ട്. ഇതിന് സാധാരണയായിട്ട് ഒരു മുഖമാണുള്ളത്, സിംഗിൾ ഹെഡഡ്. പ്രത്യാഘാതം എന്ന് പറയുന്നത് പ്രയോഗിക്കപ്പെട്ട സ്ഥലത്ത് ദശകങ്ങളോളം വളർച്ചയും വന്ധ്യതയും ഉണ്ടാക്കും. രാമായണത്തിലും മഹാഭാരതത്തിലും പല പ്രമുഖ വീരന്മാരുടെ കൈവശവും ഇതുണ്ടായിരുന്നു. ബ്രഹ്മശിരസ് എന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്രത്തെക്കാൾ 4 മടങ്ങ് മാരകമാണ്. ഇതെന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ആയുധമാണ്. ഇതിന്റെ അറ്റത്ത് 4 തീജ്വാലകൾ ഉണ്ടാകുമെന്നാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രയോഗിച്ചാൽ ഭൂമിയിലെ ജീവൻ തന്നെ തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുണ്ട്. വായുവും ആകാശവും അഗ്നിയാൽ നിറയും. ഇത് പ്രയോഗിച്ചാൽ ആ പ്രദേശം പിന്നീട് ഒരിക്കലും ജീവയോഗ്യമല്ലാത്തതായി മാറും. ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ബ്രഹ്മാസ്ത്രത്തെ ഒരു സാധാരണ ആറ്റം ബോംബാണെന്ന് സങ്കല്പിച്ചാൽ ബ്രഹ്മശിരസിനെ നമുക്ക് അതിനേക്കാൾ എത്രയോ മടങ്ങ് നശീകരണ ശേഷിയുള്ള ഹൈഡ്രജൻ ബോംബ് പോലെയാണെന്ന് പറയാം. അശ്വത്ഥാമാവ് അർജുനന് നേരെ പ്രയോഗിച്ചതും അത് തടയാൻ അർജുനൻ തിരിച്ചു പ്രയോഗിച്ചതും ഈ മാരകമായ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രമായിരുന്നു. അതുകൊണ്ടാണ് ലോകം നശിക്കുമെന്ന് ഭയന്ന് മഹർഷിമാർ അന്ന് ഇടപെട്ടത്. പുരാണങ്ങളിലെ ദിവ്യാസ്ത്രങ്ങളെ ഇന്നത്തെ ആധുനിക യുദ്ധോപകരണങ്ങളുമായി താരതമ്യം ചെയ്താൽ അത്ഭുതകരമായ സമാന്തരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രഹ്മാസ്ത്രത്തിന്റെയും ബ്രഹ്മശിരസിന്റെയും കാര്യം നമ്മൾ ഇതിനോടകം പറഞ്ഞു. നാരായണാസ്ത്രത്തെ നമുക്ക് വളരെയധികം സമാനതകൾ കാണാൻ കഴിയുന്നത് മിസൈൽ ഡിഫൻസ് ആൻഡ് ക്ലസ്റ്റർ ബോംബുകളുമായിട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നാരായണാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എതിരാളിയുടെ ശക്തി കൂടുന്നതനുസരിച്ച് കൂടുതൽ ശക്തമാകുന്നു എന്നതും ലക്ഷക്കണക്കിന് അസ്ത്രങ്ങൾ ഒരേ സമയം വർഷിക്കുന്നു എന്നതുമാണ്. ഇതിനെ ഇന്നത്തെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് MIRV ടെക്നോളജിയുമായിട്ട്. അതായത് ഒരു മിസൈൽ നമ്മൾ തൊടുക്കുന്നു, ലക്ഷ്യത്തിലേക്ക് എത്താറാകുമ്പോൾ അത് പല മിസൈലുകൾ അല്ലെങ്കിൽ പല പോർമുനകളായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ S-400 പോലെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് നമുക്ക് ഇവയെ താരതമ്യം ചെയ്യാം. ഒരു മിസൈലിൽ നിന്ന് പല ലക്ഷ്യങ്ങളിലേക്ക് അമ്പുകൾ പോലെ വിഭജിച്ചു പോകുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി ആഗ്നേയാസ്ത്രത്തെ നമുക്ക് തെർമോബാറിക് അല്ലെങ്കിൽ നാപ്പാം ബോംബുകളുമായി താരതമ്യപ്പെടുത്താം. അഗ്നി പടർത്തുന്ന ആഗ്നേയാസ്ത്രം വെറുമൊരു തീയല്ല, മറിച്ച് വായുവിലെ ഓക്സിജൻ വലിച്ചെടുത്ത് കത്തുന്ന ഒന്നായിട്ടാണ് വിവരിക്കപ്പെടുന്നത്. തെർമോബാരിക് വെപ്പൺസ് അല്ലെങ്കിൽ വാക്യൂം ബോംബുകൾ എന്ന് പറയുന്നത് വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ച് അതിശക്തമായ ചൂടും സ്ഫോടനവും ഉണ്ടാക്കുന്നവയാണ്. ശത്രു ബങ്കറുകൾക്കുള്ളിൽ ഇരുന്നാലും ഇതിന്റെ ആഘാതത്തിൽ ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. ഇനി വരുണാസ്ത്രം അല്ലെങ്കിൽ വെതർ വെപ്പൺസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമാണ്. അതായത് പുരാണങ്ങളിൽ വളരെയധികം പറയുന്ന ഒരു ആയുധമാണ് വരുണാസ്ത്രം. മഴ പെയ്യിക്കാനും വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും ഒക്കെ വരുണാസ്ത്രം ഉപയോഗിച്ചിരുന്നു. ഇന്ന് മനുഷ്യൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ക്ലൗഡ് സീഡിംഗ് അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വെതർ മോഡിഫിക്കേഷൻ സാങ്കേതിക വിദ്യകൾ ഇതിന് സമാനമാണ്. അതായത് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഭാവിയിൽ ഒരു ആയുധം കൊണ്ട് ഒരു പ്രദേശത്തെ മഴ പെയ്യിക്കാനോ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വ്യതിയാനം വരുത്താനോ കഴിയുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് തന്നെ അതിൻ്റെ പല രൂപങ്ങളും നിലവിലുണ്ട്. അതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരുന്നു വരുണാസ്ത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെയാണ് സമ്മോഹനാസ്ത്രം എന്ന് പറയുന്നത്. ഇതൊരു നോൺ ലീതൽ ആയുധമാണ്. എന്ന് വെച്ചാൽ ശത്രു സൈന്യത്തെ കൊല്ലുന്നതിന് പകരം അവരെ ബോധരഹിതരാക്കാനോ മയക്കാനോ ആണ് സമ്മോഹനാസ്ത്രം ഉപയോഗിച്ചിരുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്നത്തെ സോണിക് വെപ്പൺസുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. ഉദാഹരണത്തിന് ശബ്ദം ഉപയോഗിച്ച് തളർത്താൻ കഴിയും. അതുപോലെ തന്നെ നെർവ് ഗ്യാസ് അഥവാ ബോധം കെടുത്തുന്ന വാതകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആയുധത്തെ ഉപയോഗിക്കാൻ കഴിയും. അതായത് മനുഷ്യരെ ബോധരഹിതരാക്കുക, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനായിരുന്നു ഈ സമ്മോഹനാസ്ത്രം എന്ന് പറയുന്നത്. ഒരു ബയോളജിക്കൽ വെപ്പണായോ കെമിക്കൽ വെപ്പണായോ ഒക്കെ നമുക്കിതിനെ കമ്പയർ ചെയ്യാം. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. ഇത്രയും വൈവിധ്യമാർന്ന ആയുധങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ അത് പ്രയോഗിച്ച ചരിത്രമൊന്നും മറ്റൊരു സിവിലൈസേഷനിൽ നമുക്ക് കാണാൻ കഴിയില്ല, പുരാതന ഇന്ത്യൻ സിവിലൈസേഷനിലല്ലാതെ. പുരാണങ്ങളിലെ ആയുധങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർക്ക് വലിയ തോതിലുള്ള നൈതികത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയുധം പ്രയോഗിക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് അവർ കണ്ടിരുന്നത് അതിനെ നിയന്ത്രിക്കുക എന്നതായിരുന്നു. ഇന്നത്തെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ലോക രാജ്യങ്ങൾ പുലർത്തുന്ന ആ
ഒരു പക്വതയും ഉത്തരവാദിത്വവും പുരാതന കാലത്തും ഉണ്ടായിരുന്നു. പരസ്പരം പേടിച്ച് ആക്രമിക്കാതിരിക്കുക എന്ന നയം തന്നെയാണ് പണ്ട് ബ്രഹ്മാസ്ത്രങ്ങളുടെ കാര്യത്തിൽ പുരാണങ്ങളും പിന്തുടർന്നിരുന്നത്. എന്നു മാത്രമല്ല, ഈ അതിപുരാതന കാലത്തെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ പുരാണങ്ങൾ പരിശോധിച്ചാൽ ഈ മാരകമായ ആയുധങ്ങൾ അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഇല്ലായിരുന്നു. ഉദാഹരണത്തിന് ബ്രഹ്മാവ് അല്ലെങ്കിൽ ശിവൻ, വിഷ്ണു ഇങ്ങനെയുള്ള ദൈവങ്ങളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ ആയുധങ്ങൾ ലഭ്യമായിട്ടുള്ള മറ്റ് മനുഷ്യർക്ക് സമാനമായ ജീവജാലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് ഭീഷ്മർ, പരശുരാമനിൽ നിന്ന് ഈ ഒരു വിദ്യ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഭീഷ്മർ. ഭീഷ്മരുടെ കൈവശം ഈ പുരാതന കാലത്തെ ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ആയുധം, ഭീഷ്മർക്ക് ആ ഒരു ആയുധം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ദ്രോണാചാര്യർക്കുണ്ടായിരുന്നു, അർജുനനുണ്ടായിരുന്നു, അശ്വത്ഥാമാവിനുണ്ടായിരുന്നു, കർണനുണ്ടായിരുന്നു. മഹാഭാരതത്തിൽ ഇവർക്കാണ് പ്രധാനമായിട്ട് ഈ ആയുധങ്ങളുടെ ശക്തി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക എന്നിങ്ങനെ കുറച്ച് രാജ്യങ്ങൾക്കാണ് ആണവായുധം ഉപയോഗിക്കാൻ കഴിയുക. നമ്മൾ പരിശോധിക്കുമ്പോൾ ആണവായുധത്തെക്കാൾ പവർഫുൾ ആയിരുന്നു ബ്രഹ്മാസ്ത്രവും ബ്രഹ്മശിരസും. കാരണം ഏതെങ്കിലും ഒരു പുൽത്തര നാമ്പിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ടാണ് അവിടെ കാണുന്നത്. ആണവായുധം ഇന്നുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ആവശ്യമാണ്. സോ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആണവായുധത്തെക്കാൾ പവർഫുൾ ആയിട്ടാണ് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ പറയുന്ന ബ്രഹ്മാസ്ത്രവും ബ്രഹ്മശിരസും. അതുപോലെ രാമായണത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ എന്നിവർക്ക് ഈ വിദ്യ അറിയാമായിരുന്നു. ശ്രീരാമനെ വിശ്വാമിത്ര മഹർഷിയിൽ നിന്നാണ് ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ള ദിവ്യാസ്ത്രങ്ങൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മണനും ഈ വിദ്യയിൽ അറിവുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥൻ, രാവണന്റെ പുത്രൻ, രാവണപുത്രനായ ഇന്ദ്രജിത്തിന് ബ്രഹ്മാവിനെ തപസ് ചെയ്തുകൊണ്ട് ബ്രഹ്മാസ്ത്രം വരമായിട്ട് നേടാൻ കഴിഞ്ഞിരുന്നു. പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണജ്ഞാനികളായിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനും അത് തിരിച്ചെടുക്കാനും ഒക്കെ കഴിയുന്ന, ലോകനാശം ഒഴിവാക്കാൻ കഴിയുന്ന അത്രത്തോളം ജ്ഞാനം ഉണ്ടായിരുന്നതായിട്ടുള്ളത് അർജുനൻ, ഭീഷ്മർ, ശ്രീരാമൻ എന്നിവരെ പോലുള്ളവർ മാത്രമാണ്. അശ്വത്ഥാമാവിനെ പോലെ അപൂർണ ജ്ഞാനികളും ഉണ്ടായിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വസിഷ്ഠൻ, അതുപോലെ ദതീജി തുടങ്ങിയ മഹർഷിമാർക്ക് ഇത്തരം അസ്ത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള ബ്രഹ്മദണ്ഡം പോലുള്ള വിദ്യകളും അറിയാമായിരുന്നു. ബ്രഹ്മദണ്ഡത്തെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. തൽക്കാലം ബൈ.